ദേവേട്ടാ, എന്ത് പ്രശ്നങ്ങൾ നേരിട്ടാലും അത് നമ്മുടെ പ്രദക്ഷിണത്തെ ബാധിക്കരുത്. ശരി ദേവേട്ടാ. Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ ശംഭോ മഹാദേവ ശംഭോ മഹാദേവ ഓം നമഃ ശിവായ ശംഭോ മഹാദേവ ഹര ഹര മഹാദേവ ഹര ഹര മഹാദേവ ശിവായ. അവൾക്ക് എന്തൊരു വാശിയാണെന്ന് കണ്ടില്ലേ? കുപ്പിച്ചില് കയറിയിട്ട് ഒരു കുലുക്കമില്ലല്ലോ. കുറച്ചുകൂടെ ഒന്ന് ക്ഷമിക്കേ. ഇത് വെറും തുടക്കം മാത്ര. എന്തൊരു മനുഷ്യരാ ഇവര്! കാല് മുഴുവൻ കുപ്പിച്ചില് കുത്തി കയറിയിട്ടും ആ വേദന എങ്ങനെ സഹിച്ചു? പ്രദക്ഷിണം പൂർത്തിയാക്കുകയും ചെയ്തു. ഛേ, അവിടെ വെച്ച് വീഴേണ്ടവരായിരുന്നു. പക്ഷേ എവിടുന്നോ എന്തോ ഒരു രക്ഷ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഹര ഹര മഹാദേവ ശംഭോ ശങ്കര. ഹര ഹര മഹാദേവ ശംഭോ ശങ്കര. ഓം നമഃ ശിവായ ഹര ഹര മഹാദേവ ശംഭോ ശങ്കര. ഹര ഹര മഹാദേവ ഹര ഹര മഹാദേവ ശംഭോ ശങ്കര. 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 ശംഭോ ശങ്കര. ഹര ഹര മഹാദേവ 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 ശംഭോ ശങ്കര. ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ശംഭോ ശങ്കര. ഹര ഹര മഹാദേവ 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 ശംഭോ ശങ്കര. രണ്ടുപേരും വിടുന്ന ലക്ഷണമില്ല. ആകെ മൊത്തത്തിൽ അവര് അഗ്നിപ്രദക്ഷിണം പൂർത്തിയാക്കിയില്ലേ? ഛേ, ഇനിയും ബാക്കിയുണ്ട് ആരാധ്യേ. അപ്പ തന്നെ അങ്ങ് തീരുമാനിച്ച് കളയല്ലേ.
ഇന്ന് ഞാൻ വിചാരിച്ചത് നടത്തിയിട്ടേ അടങ്ങൂ. ഇനി എന്ത് ചെയ്യാനാ? നീ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഹര ഹര മഹാദേവ ശംഭോ ശങ്കര. ഹര ഹര മഹാദേവ ശംഭോ ശങ്കര. ഹര ഹര മഹാദേവ ശംഭോ ശങ്കര. ശംഭോ ശങ്കര. ഹര ഹര മഹാദേവ ശംഭോ ശങ്കര. ഹര ഹര മഹാദേവ ശംഭോ ശങ്കര. ശംഭോ ശങ്കര. ഹര ഹര മഹാദേവ ശംഭോ ശങ്കര. ഹര ഹര മഹാദേവ ശംഭോ ശങ്കര. മോനെ ദേവ, എന്തു പറ്റി മോനെ? ഞങ്ങൾക്കൊന്നും പറ്റിയില്ല അച്ഛാ, ആരും പേടിക്കണ്ട. ഇനി നമ്മൾ പൂർത്തീകരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. രാജഗുരുക്കളെ, അഗ്നികുണ്ഡത്തിന്റെ ഒരുക്കങ്ങൾ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇനി അഗ്നിദേവനെ പ്രീതിപ്പെടുത്തിയാലേ നിലമാളിക തുറക്കുവാനാവൂ. ഭഗവതിയുടെ പ്രതിരൂപമാണ് മഞ്ഞള്. മഞ്ഞള് ചാലിച്ച ഈ ജലം വൈദേഹിക്ക്. കുങ്കുമം ചാലിച്ച ഈ ജലം ദേവന്. ഈ ജലം കൊണ്ട് മംഗളസ്നാനം നടത്തി അഗ്നികുണ്ഡത്തിലൂടെ നടക്കേണ്ടതാണ്. ഇതു മതി വൈദേഹിയെ പരലോകത്തിലേക്ക് അയക്കാൻ. അവളുടെ മംഗളസ്നാനം പെട്രോൾ കൊണ്ടായാൽ കാര്യം കഴിഞ്ഞു. വൈദേഹിക്ക് കുളിക്കാൻ വെച്ചിരിക്കുന്ന ആ മഞ്ഞള് വെള്ളത്തിൽ കുറച്ച് പെട്രോൾ കൊണ്ടുവന്ന് കലർത്തിയാ മതി. മഞ്ഞള് കലർത്തിയതുകൊണ്ട് പെട്രോൾ തിരിച്ചറിയേയില്ല. പെട്രോള് കലങ്ങാതെ മുകളിൽ കിടക്കുന്നോണ്ട് ആ പെട്രോള് മുഴുവൻ വൈദേഹിയുടെ ദേഹത്ത് പിടിച്ചോളും. ആ പെട്രോള് വീണ് നനഞ്ഞ ഡ്രസ്സുമായി അഗ്നികുണ്ഡത്തിലേക്ക് ചുവട് വെക്കുമ്പോ അടുത്ത ക്ഷണം തന്നെ തീ ആളിക്കത്തി ദേഹം മുഴുവനും വെന്തുരുകും. ദൈവത്തിന് പോലും പിന്നെ നിന്നെ രക്ഷിക്കാനാവില്ല. എത്രയും പെട്ടെന്ന് അഗ്നികുണ്ഡം ഒരുക്കണം. നടക്ക്. എടാ ഇങ്ങോട്ടൊന്ന് വേഗം വാടാ. വൈദേഹി, ഇനി നിന്നെ രക്ഷിക്കാൻ ദൈവത്തിന് പോലും പറ്റില്ല. ഉശോ, കർപ്പൂരം ചേർക്കാൻ മറന്നുപോയല്ലോ. ആരാധ്യയോട് പറയാം. ശ്രീമന്മഹാഗണാധിപതേ നമഃ. മഹാലക്ഷ്മീ ദേവതാഭ്യോ നമഃ. ലക്ഷ്മീ നാരായണായ നമഃ. ഓം ശ്രീമന്മഹാഗണാധിപതേ നമഃ. ഗണാനാം ഗണപതിം ഭവാമഹേ കവിം കവീനാമോസ്തവസ്തമം. ജ്യേഷ്ഠരാജം ബ്രഹ്മണാൻ ബ്രഹ്മണസ്പത ആനസന്മന്നോതിഭിः സീദസാദനം. गुरुर्ब्रह्मा गुरुर्विष्णुः गुरुदेवो महेश्वरः गुरुर्साक्षात् परब्रह्म तस्मै श्री गुरवे नमः. പെട്രോൾ ഒഴിച്ച വെള്ളം തന്നെ വൈദേഹി തലവഴിയെ ഒഴിക്കണം.
എന്നിട്ട് ആ നനഞ്ഞ തുണിയുമായി അഗ്നികുണ്ഡത്തിലേക്ക് ഇറങ്ങുമ്പോ വൈദേഹി നിന്ന് കത്തിക്കൊള്ളും. ഓം ലക്ഷ്മീ നാരായണായ നമഃ സ്വാഹ സ്വാഹ. ഓം ലക്ഷ്മീ നാരായണായ ഇദം നമഃ. തീ കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നില്ലേ? കാല് വെച്ചതും വെണ്ണീറാവുന്ന അവസ്ഥയാണല്ലോ. അതിലൂടെ അവിടെ നിന്ന് ഇവിടെ വരെ നടക്കാന്ന് വെച്ചാ അത് തന്നെയാ ഇപ്പൊ എന്റെയും സംശയം. ഇത് നടന്ന് പുറത്തു വന്ന് നിലമാളിക തുറക്കാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമാണോ? പക്ഷെ അതെങ്ങനെങ്കിലും തുറക്കണം. അതിനകത്തിരിക്കുന്ന നിധി മുഴുവൻ എങ്ങനെങ്കിലും പുറത്തു കൊണ്ടുവരണം. അച്ഛാ, ഈ തീക്കകത്തൂടി ദേവനും വൈദേഹിയും നടക്കാന്ന് വെച്ചാ ഈ തീക്കകത്തൂടി നടന്നിട്ട് ആർക്കെങ്കിലും ജീവനോട് പുറത്തു വരാൻ പറ്റൂ? ആ നിലമാളിക തുറക്കാനായിട്ട് ഇത് ചെയ്തേ പറ്റൂന്നുണ്ടോ അച്ഛാ? മറ്റൊരു വഴിയില്ലേ? ശംഭോ ശങ്കര, സന്ദർഭോചിതമല്ലാത്ത സംഭവങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഉദ്ദിഷ്ടകാര്യം പൂർണ്ണമാക്കൂ. ശരി സ്വാമി, നിങ്ങൾ തുടങ്ങിക്കോളൂ. നീ പേടിക്കുന്നത്ര കാര്യമൊന്നും ഇല്ല ഊർമിളെ. പാപം ചെയ്തവരും പാപചിന്ത ഉള്ളവരും ചിലപ്പോ വെന്ത് വെണ്ണീറായേക്കാം. ഇവര് രണ്ടുപേരും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അവരെ ആ അഗ്നി ഒന്നും ചെയ്യില്ല. ഇൻഡയറക്റ്റ് ആയിട്ട് ഞാൻ വെന്ത് വെണ്ണീറാവൂന്നല്ലേ പറഞ്ഞത്? ആ നിലമാളികയിലെ സമ്പത്തൊന്ന് പുറത്തെടുത്തോട്ടെ, എന്നിട്ട് കണ്ടോളാടാ നിന്നെ. ഇവർക്കതിനുള്ള യോഗ്യതയുണ്ടെന്നാണ് ഇതുവരെ തെളിഞ്ഞിരിക്കുന്നത്. അനിഷ്ടങ്ങൾ സംഭവിക്കുമെന്ന് ആരും പേടിക്കേണ്ട കാര്യമില്ല. മകരസംക്രമണ മുഹൂർത്തം അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു. മംഗളസ്നാനം നടക്കട്ടെ. 3 തവണ അഗ്നികുണ്ഡത്തിലൂടെ നടന്നാലേ പരിശുദ്ധി ഉണ്ടാകൂ. 3 തവണയോ? അതെന്തിനാ? ദേഹത്ത് വീണിരിക്കുന്ന പെട്രോള് കത്തി കയറാൻ 5 സെക്കൻഡ് പോലും വേണ്ടി വരില്ല. ഇതിന്ന് രക്ഷപ്പെടാനും പറ്റില്ല. വൈദേഹിയുടെ ചാപ്റ്റർ ക്ലോസ്. യാതൊരു വിധത്തിലുള്ള ഭയവും മനസ്സിൽ വേണ്ട. ആ മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ തുടങ്ങിക്കൊള്ളൂ. ഞങ്ങൾക്ക് പേടിയില്ല ഗുരുക്കളെ. ജീവനോടെ ഉണ്ടായാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഒരുമിച്ചായിരിക്കും. അത് മാത്രം മതി ഞങ്ങൾക്ക്. ഇനി അത് മരണമാണെങ്കിലും ഞങ്ങളത് സന്തോഷത്തോടെ സ്വീകരിക്കും. ഒന്നിച്ചെന്ന് നീ കരുതിയിട്ടുള്ള ഓരോ തവണയും അകന്നു പോയിട്ടുള്ള കഥകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോഴും അത് തന്നെ ആവർത്തിക്കപ്പെടും. പെട്രോള് കലർന്ന വെള്ളമാണ് വൈദേഹിയുടെ ദേഹത്തേക്ക് ഒഴിക്കാൻ പോകുന്നത്. അതുപോലെ കുങ്കുമം ചാലിച്ച വെള്ളം നിന്റെ തലയിൽ ഒഴിക്കും. വൈദേഹി കത്തിച്ചാമ്പലാവുമ്പോ നീ രക്ഷപ്പെടും. മരണം നിങ്ങളെ തമ്മിൽ ഒറ്റയടിക്ക് വേർപെടുത്താൻ പോവുക. നടക്കു വൈദേഹി. ദേവ, സ്വാമി പറഞ്ഞതുപോലെ വൈദേഹിക്കും മഞ്ഞൾ കലർന്ന വെള്ളവും നീ കുങ്കുമം കലർന്ന വെള്ളവുമാണ് എടുക്കേണ്ടത്. ആയിക്കോട്ടെ അടുത്തി.
ഇതെന്താ വെള്ളത്തിന് വേറെ എന്തോ ഒരു മണം? മണോ? എന്ത് മണോ ഊർമിളെ? ഓ, അത് കർപ്പൂരത്തിന്റെ മണമല്ലേ? അത് വെള്ളത്തിൽ കലർത്തിയിട്ടുണ്ടാവും. അതിന്റെ മണം തന്നെ ആയിരിക്കും അത്. പെട്രോളിന്റെ മണം അറിയാതിരിക്കാൻ വേണ്ടി ഞാൻ തന്നെയാ കർപ്പൂരം ചേർത്തത്. വെന്ത് വെണ്ണീറാവുന്നത് വരെ ആരും ഒന്നും അറിയരുത്. എന്താ പറ്റി വൈദേഹി? ഒന്നുമില്ല ദേവേട്ട, എന്തോ ഒരു ക്ഷീണം പോലെ തോന്നി. സാരമില്ല, നമുക്ക് പോവാം. ഓം സോമായ നമഃ സ്വാഹ സ്വാഹ. ഓം സോമായ ഇദം നമഃ. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം. ഉർവാരുകമേവ ബന്ധനാൻ വൃക്ഷോർവക്ഷീയമാമൃതാത് സ്വാഹ സ്വാഹ. ഓം മൃത്യുഞ്ജയായ ഇദം നമഃ. ഇതോടെ നിന്റെ കഥ കഴിഞ്ഞു. ഇതെന്താ വെള്ളത്തുള്ളി കനലിലേക്ക് വീഴുമ്പോ തീ ആളുന്നത്? വന്നോളൂ മോനെ. നിൽക്ക്. ശിവാജ്ഞ ലഭിച്ചിട്ടില്ല. ആജ്ഞയാണ് പോലും. ആകാശത്തുനിന്ന് വരും അത്ര. കുറച്ചു നേരം കൂടെ ഇങ്ങനെ നിന്നാ ശരീരത്തിലെ പെട്രോൾ മുഴുവൻ ആവിയായി പോവുമല്ലോ. പ്ലാൻ അവിടെ പൊളിയുകയും ചെയ്യും. മകരസംക്രമണം തുടങ്ങിയിരിക്കുന്നു. ആരംഭിച്ചുകൊള്ളുക. ഒരു വട്ടം ചുവട് വെച്ചു തുടങ്ങിയാൽ ജീവൻ പോയാലും പിന്തിരിയുവാൻ പാടില്ല. ഓം സോമായ നമഃ സ്വാഹ സ്വാഹ. ഓം സോമായ ഇദം നമഃ. ഓം ത്രയംബകം യജാമഹേ. മോനെ ദേവാ, ദേവേട്ട,
അവന്റെ ഒടുക്കത്തെ ഒരു പ്രേമം. അവളെ അതിലിട്ട് വെണ്ണീറാക്കാന്ന് കരുതിയപ്പോ അവന്റെ ഒരു സ്നേഹപ്രകടനം. എനിക്ക് നടക്കാൻ പറ്റും ദേവേട്ടാ, ഞാൻ നടന്നോളാം. നീ നടക്കാൻ പാടില്ല വൈദേഹി. നിന്റെ ദേഹത്തെ മഞ്ഞൾ വെള്ളത്തിനൊപ്പം പെട്രോളും ഉണ്ട്. അതുകൊണ്ട് നീ ഈ തീക്കനലിൽ ചവിട്ടുന്ന അടുത്ത നിമിഷം കത്തിച്ചാമ്പലായി പോകും. പക്ഷെ എന്ന് കരുതി നമുക്കിതിന്ന് പിന്തിരിയാനും പറ്റില്ല. ദേവാ, ഒന്നും പറ്റില്ല എന്ന് ഗുരുക്കള് പറഞ്ഞിട്ടില്ലായിരുന്നോ? ഒന്നിച്ച് നടക്ക് ദേവാ. ദേവേട്ടാ, ഞാൻ നടക്കാന്ന് ദേവേട്ടനോട് പറഞ്ഞതല്ലേ ദേവേട്ടാ, എന്നെ താഴെ ഇറക്ക്.